സ്കൂളിലെ മക്കൾക്ക് ജി കെയിൽ നിന്ന് ഒരു ഒരു പാർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വേൾഡ് നമ്പർ വൺ ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ബാഡ്മിൻ്റൺ പ്ലെയർ ആരാന്നാണ് ചോദിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ പ്ലെയർ ആരാണെന്ന് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തു. ഓപ്ഷൻസ് ബി ആണ്. ബി ആയിരുന്നു അതിൻ്റെ ഓപ്ഷൻ. അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് സൈന നെഹ്വാൾ ആണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. പക്ഷെ ഈ പേരങ്ങ് കേട്ടപ്പോഴേക്ക് ക്ലാസ്സിലെ കുട്ടികൾ മൊത്തത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അതുവരെ ആൻസർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ചിരിയില്ല. പക്ഷെ ഈ സൈന നെഹ്വാളിന് കേട്ടപ്പോഴേക്ക് കുട്ടികൾ മൊത്തത്തിൽ ചിരിക്കുന്നു. എന്നിട്ട് ആകെ സൗണ്ട് ആവുകയാണ്. നമ്മുടെ കോയൻ്റെ സൈന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല പൊട്ടിച്ചിരിയോടുകൂടി ക്ലാസ് അങ്ങോട്ട് ആ ഒരു ആംബിയൻസിന് അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ സൈന കോയ, കൊമ്പങ്കാട് കോയ എന്ന് പറയുന്ന ഒരു വളരെ കൊമേഡിയനാണ്. ഞാൻ പോലെ വീഡിയോ കാണാറുണ്ട്. അതിൽ നിന്ന് നമ്മുടെ കുട്ടികളിലേക്ക് വരുന്ന അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൊമ്പങ്കാട് കോയയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്. നമ്മളിപ്പോൾ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ ആ വീഡിയോസ് കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ അങ്ങോട്ട് ചിരിച്ചു പോകും. അതുവരെ കരഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങോട്ട് കണ്ടാൽ അവരുടെ ആ തല്ലും ഒരു വെറൈറ്റി ടൈപ്പ് കോമഡിയാണ്. നമ്മളത് കണ്ടുപോയാൽ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു പോകുന്ന തരത്തിലുള്ള കോമഡിയാണ്. പക്ഷേ ഇതിനുള്ളിൽ പതുങ്ങി കിടക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ ഒരു പക്ഷെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ്. ഇത് പൂർണ്ണമായിട്ട് ബാൻ ചെയ്യണമെന്നോ ഇത് തീരെ കണ്ടുപോകരുതെന്നൊന്നല്ല പറയുന്നത്. എല്ലാം ഇത്തരത്തിലുള്ള ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിരോധിക്കുക, ഫോണ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഇമ്പോസിബിൾ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, അസാധ്യമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷെ ഇതിൽ നമ്മൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കൊച്ചു കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ സിനിമ കാണിക്കുന്നുണ്ടാവില്ല, സീരിയൽ കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ മക്കളെ പഠനം ബാധിക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കോമഡി വീഡിയോകൾ നിങ്ങളെ മക്കളെ കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ബോധം എന്താണെന്ന് വെച്ചാൽ അത് കോമഡി അല്ല, അത് ജസ്റ്റ് കുട്ടികൾക്കൊരു അവർക്കൊരു പഠനത്തിനിടയിലുള്ള റിലാക്സിന് വേണ്ടിയിട്ട് അവർ കണ്ടോട്ടെ എന്നുള്ള ഒരു നെവർ മൈൻഡ് ആക്കി വിടുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ രക്ഷിതാക്കളായ നമുക്കൊക്കെ ഉണ്ടാകാം. കുട്ടികളായ നമ്മളൊക്കെ അതൊരു രസമായിട്ട് കാണുന്നവരായിരിക്കാം. പക്ഷെ അതിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു കൊച്ചു വലിയ പ്രശ്നങ്ങൾ അതിനുള്ളിലുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒരു പക്ഷേ അവരുടെ ഭാവി തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിൽ നമ്മുടെ മക്കളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു എടാപോടാ ബന്ധത്തിലേക്ക് അവരുടെ സുഹൃത്തുക്കളും അവരുടെ ഉമ്മമാരും ഉപ്പമാരും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ളവരെ വരെ അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ആ ഒരു വീഡിയോയിലൊക്കെ കോയ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ആ മക്കൾ വിളിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങളും ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് മുതിർന്നവരോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നുണ്ട്. അവരറിയാതെ തന്നെ, അവർ മനഃപൂർവ്വം എന്നല്ല, അവർ ഇതിലൊരു വൈബിന്ന് കിട്ടുന്ന ആ ഒരു രസം വെച്ചിട്ട് പറയാണ്. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബഹുമാനം, പരസ്പര മുതിർന്നവരോടുള്ള ഒരു ബഹുമാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് മുഴുവനായിട്ട് കോമഡി അല്ല. അതിൽ ചിലയിടത്ത് കാര്യബോധം വേണം, ചിലയിടത്ത് പക്വത വേണം, ചിലയിടത്ത് തമാശ വേണം. എല്ലാം കൂടിച്ചേരുമ്പോഴേ ഈ ജീവിതത്തിന് വളരെയേറെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കുട്ടികളുടെ ഭാവി ഒരിക്കലും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാരണമായിട്ട് ഒരിക്കലും നഷ്ടപ്പെടരുത്. അവരുടെ റെസ്പെക്റ്റ് ഒരിക്കലും ഇത്തരത്തിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം കാരണത്താൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്കറിയില്ല, ഒരു പട്ടമാകുമ്പോൾ ആ പട്ടത്തിന് ഉയരങ്ങളിലേക്ക് പറന്നു പോകാനും നമ്മുടെ ചെറിയൊരു നൂൽ പോലെയുള്ള കയറ് നമ്മൾ അതിന് പിടിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് വലിയൊരു കയറാക്കി അതിനെ മാറ്റിയാൽ അത് ഒരു പക്ഷെ ഉയരങ്ങളിലേക്ക് പറന്നു പോകാതെ താഴോട്ട് പോകുന്ന, അതല്ലെങ്കിൽ പറക്കാത്തൊരു സാഹചര്യത്തിലേക്കാണല്ലോ പോകുക. ഇത് തന്നെയാണ് നമ്മുടെ മക്കളുടെ പാരന്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ് എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ചിലത് ചെയ്യരുത് എന്ന് കൂടെ പറയുന്നതാണ് ശരിക്കും പാരന്റിങ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ. ഈ അവിഹിത ബന്ധങ്ങൾ വളരെ
നിസാരവൽക്കരിച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ രീതിയിൽ പറയുമ്പോൾ ലവ് അഫെയർ എന്നൊക്കെ പറയും, ലൈൻ എന്നൊക്കെ പറയുന്ന കുട്ടികൾ വിളിക്കുന്ന ആ ഒരു സംഗതി അതൊക്കെ വളരെ നിസ്സാരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുകയാണ്. കാരണം ഇവരുടെ ഈ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നതാണ് സൈന എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ടുള്ള ആ ഒരു റിലേഷൻ. അത് അവർ കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ നമ്മുടെ മക്കൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് കാണുമ്പോൾ നമ്മളും അവരോടൊപ്പം കണ്ടിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉള്ളിലേക്ക് അറിയാതെ പോകുന്ന ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ലവ് അഫെയർ എന്നുള്ളത് ഒരു പ്രശ്നമില്ല, അതൊക്കെ ഒരു നോർമലാണ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷെ കുട്ടികൾ ചിന്തിച്ചു പോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. അവസാനമായിട്ട് നമ്മുടെ മക്കളുടെ ഒരു ജീവിതം ഒരു കൊമേഡിയൻ ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. അതായത് മക്കളുടെ പഠനത്തിൽ അവരുടെ ഈ ഒരു ചെറുപ്രായം എന്ന് പറയുന്നത് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. പക്ഷെ അവരുടെ ഈ പഠനത്തിലൊക്കെ എല്ലാം ഒരു കോമഡി ചേർക്കുന്ന, ഫ്രണ്ട്സുകൾക്കിടയിൽ ഫുള്ള് തമാശ, എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള അവരുടെ പുതിയ വീഡിയോസിൻ്റെ സംസാരങ്ങൾ, ചർച്ചകൾ, വീട്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള വിളികൾ, പാരൻസിനോടുള്ള സംസാരങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ജീവിതം ഒരു പക്വത നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ മക്കളുടെ ജീവിതം മക്കളും അറിയാതെ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനുള്ള പ്രശ്നം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം ഈ ഒരു ജീവിതം കൊണ്ട്, ഈ ഒരു കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചാലാണ് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക്, ഉന്നതികളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മുടെ പാരൻസിന്റെ ഡ്രീം അനുസരിച്ച് എനിക്ക് വല്ലതൊക്കെ ചെയ്യാനുണ്ട് എന്നതൊക്കെ മറന്നിട്ട് അവരൊരു തീർത്തും ഒരു കോമഡി ആയിട്ട് കൊണ്ട് എപ്പോൾ ജീവിതം ഒരു നിസാരമാക്കി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു കൊമേഡിയൻ ലൈഫിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം, മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനിടയുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ നമ്മൾ മക്കളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തും? പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്ത് കളയാന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ നമ്മൾ ചില ലിമിറ്റേഷൻസ് വെക്കണം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഇതിൽ തന്നെ അഡിക്റ്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മക്കളെ നമ്മൾ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ് ഓപ്പൺ ഡിസ്കഷൻ. നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ കൂടിയിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുമായിട്ട് കളിക്കുക. ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ നമ്മുടെ മക്കളോടൊത്ത് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ഷൻസ് വരുമ്പോൾ, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് പൗസ് ആക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നുല്ലേ എന്നൊക്കെ കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ ഉടനെ തന്നെ കൊടുത്താൽ കുട്ടികൾ അത് മനസ്സിലാക്കും. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അത് നമ്മുടെ പ്രശ്നമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ട്, കോമഡി ഒക്കെ കണ്ടിട്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യല്ല, ഇത് ഒരു പക്ഷെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മുടെ മക്കളൊക്കെ അതിൻ്റെ ഒരു ഫാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ പഠനത്തിന് തടസ്സമാകുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ റിലേഷൻസിന്, ഇത്തരത്തിലുള്ള നമ്മുടെ ആദരങ്ങൾ, ഇത്തരത്തിലുള്ള ബഹുമാന സൂചകങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. തമാശ മാത്രമല്ല ജീവിതം, മറിച്ച് തമാശയും സന്തോഷവും സങ്കടങ്ങളും പക്വതയും കാര്യബോധവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിത യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കട്ടെ. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.